എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാചകവാതകം ഉപയോഗിക്കുന്ന ആളുകൾക്ക് 2026 മെയ് 1 മുതൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ് എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ഗ്യാസ് ബുക്കിംഗിലും അടിമുടി മാറ്റമാണ് വരുന്നത്. മെയ് 1 മുതൽ രാജ്യത്തെ LPG ഉപഭോക്താക്കൾക്കായി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. സിലിണ്ടർ ബുക്കിംഗ്, ഡെലിവറി രീതികൾ, വിലനിർണ്ണയം എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ആഗോള വിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾ വിതരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. ഇന്ത്യൻ ഗ്യാസിന്റെ ഇന്ത്യൻ ഓയിൽ, ഭാരത് ഗ്യാസിന്റെ BPCL, HP ഗ്യാസിന്റെ HPCL എന്നിവയും പുതിയ ഡെലിവറി ബുക്കിംഗ് നിയമങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ബുക്കിംഗ് ഇടവേളകളിൽ മാറ്റം ഉണ്ടായേക്കാം. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ നിലവിൽ ഓരോ ബുക്കിങ്ങിനും 25 ദിവസം കാത്തിരിക്കണം. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് ഒരു സിലിണ്ടർ വാങ്ങി അടുത്ത ബുക്ക് ചെയ്യാൻ 35 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ മാറ്റമായി വരുന്നത്. മറ്റൊന്ന്, OTP അധിഷ്ഠിത ഡെലിവറിയാണ് വരാൻ പോകുന്നത്. സിലിണ്ടർ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് DAC അഥവാ OTP സംവിധാനം മെയ് 1 മുതൽ കൂടുതൽ കർശനമാക്കും. നിലവിൽ ഇത് ഉണ്ട് എങ്കിലും കർശനമല്ല. ഗ്യാസ് എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ ഇനി സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് EKYC ആണ്. EKYC നിർബന്ധമാക്കും. മെയ് മാസം മുതൽ ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ബുക്കിംഗിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സബ്സിഡി മുടങ്ങാതിരിക്കാൻ ഇത് വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് KYC ചെയ്യാത്തത് മൂലം മാർച്ചിന് ശേഷം സബ്സിഡി മുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം PNGയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായി LPG സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG ഉപയോഗിക്കുന്നതിലേക്ക് മാറണം എന്നുള്ളതാണ് സർക്കാരിന്റെ അറിയിപ്പ്. PNG ലഭ്യമായ ഇടങ്ങളിൽ 3 മാസത്തിനകം മാറുന്നതിന് വേണ്ടി LPG ഗുണഭോക്താക്കൾക്ക് നോട്ടീസുകൾ അയക്കുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ സന്ദേശമായി അറിയിക്കുകയോ ചെയ്യും. ഈ അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനകം PNGയിലേക്ക് മാറേണ്ടി വരും. PNG കണക്ഷൻ എടുത്താൽ 2 ആഴ്ചക്കകം LPG കണക്ഷനുകൾ സറണ്ടർ ചെയ്യുകയും വേണം. കൂടാതെ നിലവിൽ പൈപ്പ് ലൈൻ ഗ്യാസ് എടുത്തിട്ടുള്ള ആളുകളും 2 ആഴ്ചക്കകം തന്നെ LPG ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്യണം എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡയറക്ടറും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് പുതിയ LPG കണക്ഷനുകൾക്കായി അപേക്ഷിക്കാനും കഴിയില്ല. മാർച്ച് അവസാന വാരത്തിൽ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകളാണുള്ളത്. LPGയേക്കാൾ 40% വരെ ചിലവ് കുറവാണ് PNGക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ 14 കിലോഗ്രാം ഗ്യാസിന് 1000 രൂപയോളം നൽകേണ്ടി വരുന്നത് 700-ന് താഴെയായി വരും. മാത്രമല്ല സിലിണ്ടർ ഗ്യാസിനേക്കാൾ PNG ഗ്യാസ് അപകടരഹിതമാണ്. ഗ്യാസ് തീർന്നു പോകുമോ എന്ന ഭയം വേണ്ട. ബുക്കിംഗ് ചെയ്ത് സിലിണ്ടറിന് കാത്തിരിക്കുകയും വേണ്ട. ഒരു പ്രദേശത്ത് PNG സൗകര്യം ലഭ്യമായിട്ടും ആ വീട്ടുകാർ അതിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ 3 മാസത്തിന് ശേഷം അവർക്കുള്ള LPG വിതരണം പൂർണ്ണമായും നിർത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2026 മാർച്ച് മുതൽ ഏകദേശം 5.45 PNG കണക്ഷനുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. 2.62 ലക്ഷം കണക്ഷനുകൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടുതൽ തയ്യാറായതോടെ ആകെ കണക്ഷനുകളുടെ എണ്ണം 8.01 ലക്ഷമായി ഉയർന്നു. ഏകദേശം 6,14,000 പുതിയ ഗുണഭോക്താക്കൾ കണക്ഷനുകൾക്കായി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്കിടയിലും ഗാർഹിക LPG, ഗാർഹിക PNG, ഗതാഗത മേഖലയിലേക്കുള്ള CNG എന്നിവയുടെ 100% വിതരണവും ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കി. വാണിജ്യ മേഖലയിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഫാർമ, സ്റ്റീൽ, ഓട്ടോമൊബൈൽസ്, കൃഷി തുടങ്ങിയ മേഖലകൾക്കും മുൻഗണന നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നും
കൂടാതെ അതിഥി തൊഴിലാളികൾക്കുള്ള 5 കിലോ സിലിണ്ടറുകളുടെ വിതരണം ഇരട്ടിയാക്കും എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. LPG വിലയിൽ മെയ് 1-ാം തീയതി വർധനവുണ്ടാകും എന്നുള്ളതാണ് വിവരം. ഏപ്രിൽ 29 നിയമസഭാ ഇലക്ഷനുകൾ അവസാനിക്കുകയാണ്. ഇതിനുശേഷം പെട്രോൾ, ഡീസൽ, ഗ്യാസിൽ വില വർധനവുണ്ടാകും. സാധാരണഗതിയിൽ ഓരോ മാസവും ആദ്യത്തെ ദിവസം തന്നെയാണ് ഗാർഹിക പാചകവാതകത്തിന്റെയും വാണിജ്യ പാചകവാതകത്തിന്റെയും വില നിശ്ചയിക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 196 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ മെയ് മാസത്തിൽ ഗാർഹിക സിലിണ്ടറിനും വർധനവ് ഉണ്ടായേക്കും എന്നുള്ള സൂചനകളുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.